രാജ്യാന്തര വാർത്താ സമയം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ജെയിംസ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് സ്മിത. ഹായ്. അപ്പോൾ വെസ്റ്റ് ബാങ്ക് പിടിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തെ പരസ്യമായി എതിർക്കുകയാണ് അമേരിക്ക. അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് ഭയന്ന് നിരവധി രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ഒഴിവാക്കി പേടിച്ച് നെതന്യാഹുവിന്റെ അമേരിക്കൻ യാത്രയുടെ വാർത്തകൾ വരുന്നുണ്ട്. ഗസയിൽ അതിനിടയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയും ചെയ്യാം. അപ്പോൾ ജെയിംസ് സാർ, ഇവിടെ ഈ പലസ്തീന്റെ രാഷ്ട്രപദവിക്ക് വേണ്ടി സകലമാന രാഷ്ട്രങ്ങളും ഇതുവരെ വിചാരിക്കാത്ത രാഷ്ട്രങ്ങളൊക്കെ വലിയ പിന്തുണയുമായി വരികയും വൈകാരികമായി ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ രൂക്ഷമായി എതിർക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ രാഷ്ട്രപദവി കൊടുത്താൽ അത് ഹമാസിന് പിന്തുണയാകും എന്ന് പറഞ്ഞ് ട്രംപ് ഇപ്പോൾ നേരെ തിരിയുകയാണ്. ഇത് ട്രംപിന്റെ നിലപാട് ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന് പറയുന്ന മട്ടിലായല്ലോ ജെയിംസ് സാറേ. ഹാഷ്മി, ഈ ട്രംപ് ഒരു തരത്തിൽ നമുക്ക് ഒരു മിനിറ്റിൽ പറഞ്ഞ അടുത്ത മിനിറ്റിൽ മാറ്റി പറയുന്ന തരത്തിലാണ് ട്രംപ് പോകുന്നത്. പക്ഷേ ട്രംപിന്റെ അഡ്വൈസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏതാണ്ട് ഇതേ തരത്തിലാണെന്ന് തോന്നുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ പലതരത്തിൽ സംസാരിക്കുന്ന ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പക്ഷേ ഈ ആരെ പറഞ്ഞ പോലെ രാജാവ് നഗ്നനാണെന്ന് പറയാൻ ധൈര്യമുള്ള രാജ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. എന്തായാലും ഒരുപാട് സംഭവവാസങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം, ഇത്രയും വലിയ യുദ്ധം നടത്തി ലോകമെമ്പാടും വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലെബനനിൽ, ഗസയിൽ, യമനിലെ ഹൂതികൾക്കെതിരെ, ഇറാനിൽ ഒക്കെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തനായിട്ട് അറിയപ്പെടുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെല്ലവീവിലെ ബെൻഗുറിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കയറിയ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം പോയ വഴി നോക്കിയാൽ വളരെ അമ്പരപ്പിക്കുന്നതാണ്. പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഒന്നും അതിർത്തിയിലൂടെ കടന്നു പോകാതെ ഒഴിവാക്കി എത്രയോ മണിക്കൂറുകൾ വൈകിയാണ് പ്രധാനമന്ത്രിയുടെ യാത്രാ വിമാനം ചെന്ന് ന്യൂയോർക്കിൽ എത്തിയത് എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും. അതിന് കാരണം ഈ വ്യോമാതിർത്തിയിലൂടെ കടന്നു പോകുമ്പോൾ വേണമെങ്കിൽ യുദ്ധവിമാനങ്ങൾ അയച്ച് അറസ്റ്റ് ചെയ്യാം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ. കാരണം അദ്ദേഹത്തിന് അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉണ്ട്. അപ്പോൾ അമേരിക്കയിലാണെങ്കിൽ അമേരിക്ക അന്താരാഷ്ട്ര കോടതിയുടെ ഇതിനനുസരിക്കാത്തത് കൊണ്ട് അവിടെ ചെന്ന് ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പോണ വഴിക്ക് യുദ്ധവിമാനങ്ങൾ അയച്ച് ആ എയർക്രാഫ്റ്റിനെ തന്നെ, യാത്രാവിമാനത്തെ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു വളരെ സൂക്ഷിച്ചാണ് UN എത്തിയിരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ എല്ലാവരും നോക്കിയിരിക്കുന്ന അഭിസംബോധനയുണ്ട് UN അസംബ്ലിയെ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഏതായാലും പുടിൻ വരുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. പുടിനും അറസ്റ്റ് വാറണ്ട് ഉണ്ട്. അപ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ നടത്തുന്ന പ്രസംഗം എന്തായിരിക്കും എന്നുള്ളതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കെ അമേരിക്ക പരസ്യമായിട്ട് തന്നെ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യത്തിലാണ്. കാരണം വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കണമെന്ന് നെതന്യാഹുവിനെ കൊണ്ട് നിർബന്ധിക്കുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഭരണത്തിന് നേതൃത്വം നൽകുന്ന വലതുപക്ഷ തീവ്രവാദ സിയോണിസ്റ്റുകളായിട്ടുള്ള ബെൻഗീവറും സ്മോട്രിച്ചും ഒക്കെയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് പാലസ്തീൻ എന്നൊരു രാജ്യം തന്നെ ഉണ്ടാവാൻ ഞങ്ങൾ അംഗീകരിക്കില്ലെന്നാണ്. വെസ്റ്റ് ബാങ്കും ഗസയും പിടിച്ചെടുത്താൽ പിന്നെ പാലസ്തീൻ എന്താണ് ബാക്കിയുള്ളത്? ഏതാണ്ട് 27 ലക്ഷം പലസ്തീനികളാണ് വെസ്റ്റ് ബാങ്കിൽ മാത്രം കഴിയുന്നത്. അവിടെ 7 ലക്ഷം പേരെ കുടിയേറ്റക്കാരായിട്ട് ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹവും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും അനുസരിച്ച് അത് ഓക്യുപ്പൈഡ്, അധിനിവേശ വെസ്റ്റ് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് വെസ്റ്റ് ബാങ്ക് പിടിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നു. അമേരിക്ക പറഞ്ഞിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് അറബ് നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പ് ഒരു തരത്തിലും വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ അനുവദിക്കില്ല എന്നാണ്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഈ തരത്തിലുള്ള അഭിപ്രായ ഭിന്നത നിലനിൽക്കുമ്പോൾ തന്നെയാണ് ന്യൂയോർക്കിൽ നെതന്യാഹു വിമാനമിറങ്ങിയിരിക്കുന്നത്. വിറ്റ്കോഫ് അടക്കമുള്ള പ്രമുഖരായിട്ടൊക്കെ ഇസ്രായേലി പ്രതിനിധികൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. ട്രംപും അതുപോലെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ചയുണ്ട്. അതിൽ രണ്ടിലൊന്ന് തീരുമാനിക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷേ പലതവണ കൂടിക്കാഴ്ച നടന്നു. ഒരുപക്ഷെ ട്രംപ് പറഞ്ഞാലും ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് കേൾക്കാൻ എളുപ്പമല്ല. കാരണം ഈ വലതുപക്ഷ തീവ്രവാദി സിയനിസ്റ്റുകൾ കസേര വലിക്കും, വീഴും. അപ്പം അതുകൊണ്ട് എളുപ്പമല്ല കാര്യങ്ങൾ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും കാര്യങ്ങൾ ഇതിനിടയ്ക്ക് പോകുന്നതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഇസ്രായേലി മണിക്കൂറുകളിൽ അടിച്ചിരിക്കുന്നു. തിരിച്ച് അവിടുത്തെ ഹൂതികൾ തിരിച്ച് ഇസ്രായേലിൻ്റെ തെക്കൻ ഭാഗത്ത് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നുവെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അതുപോലെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം അതീവ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ആ തരത്തിൽ ഒരുപാട് സംഭവവാസങ്ങൾ ആ വാർത്തകൾ ഒരു വശത്ത് അങ്ങനെ നടക്കുന്നു. ഇപ്പുറത്ത് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിൽ ശരിക്കും പറഞ്ഞാൽ താരിഫൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്കത് വലിയ ഗുണമായിരുന്നു. വളരെ കുറഞ്ഞ വിലയ്ക്കാണ് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ അവതാളത്തിലാകും എന്നുള്ള രീതിയിലാണോ ഇപ്പോൾ വാർത്തകൾ വരുന്നത്? തീർച്ചയായിട്ടും സ്മിത, യഥാർത്ഥത്തിൽ 35% ഇന്ത്യയുടെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരുന്നത് ഇപ്പോൾ റഷ്യയിൽ നിന്നാണ്. നേരത്തെ ഇറാഖിൽ നിന്നും, സൗദി അറേബ്യയിൽ നിന്നും, ഒരു പരിധിവരെ ഇറാനിൽ നിന്നും, UAE നിന്നൊക്കെയായിരുന്നു. ഗൾഫ് രാജ്യങ്ങളെ
കേന്ദ്രീകരിച്ചാണ് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യ തന്നെ പറഞ്ഞിരിക്കുന്നു അടുത്ത ഈ വർഷാവസാനം വരെ എണ്ണ കൊടുക്കാനില്ല. അപ്പോൾ ചൈനയും ഇന്ത്യ ആയിരിക്കും എഫക്റ്റഡ്. ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ചൈനയാണ്, പിന്നെ ഇന്ത്യയാണ്. ഇതിൻ്റെ പേരിലാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ ഇതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞോണം. ഒരു പക്ഷേ എണ്ണ വരുന്നത് നിർത്തിയാൽ ചിലപ്പോൾ അമേരിക്കയുടെ ഈ പ്രശ്നങ്ങൾ തീരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അത് പ്രശ്നമാണ്. വില കുറവിന് എണ്ണ കിട്ടിക്കൊണ്ടിരുന്നതാണ്, എണ്ണ വില ഉയരും, ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വലിയൊരു പ്രഖ്യാപനം വരുന്നത്. റഷ്യയുടെ വിദേശകാര്യമന്ത്രി G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ന്യൂയോർക്കിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾക്കെതിരെ നാറ്റോ സഖ്യം ഒരു അനൗദ്യോഗികമായി അപ്രഖ്യാപിതമായിട്ടുള്ള യുദ്ധം നടത്തുകയാണ്. അതിന് കാരണം നാറ്റോ രാജ്യങ്ങൾ വെടിവെച്ചിട്ടിട്ടുണ്ട്. 3 രാജ്യങ്ങളിൽ റഷ്യയുടെ ഡ്രോണുകൾ ചെന്നിരുന്നു. പോളണ്ടിൽ, റൊമേനിയയിൽ, എസ്റ്റോണിയയിൽ അതൊക്കെ വെടിവെച്ചിട്ടു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ യുദ്ധം നടത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നാറ്റോയ്ക്കെതിരെ ഇതൊരു വലിയൊരു ഡെവലപ്മെന്റ് ആണ്. ആ തരത്തിൽ ഇതിനെ കാണേണ്ടി വരും, തിരിച്ചടിക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നാറ്റോ സഖ്യം ഉക്രൈൻ പറഞ്ഞിരിക്കുന്നത്, അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഉക്രൈൻ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും ഞങ്ങൾ പിൻവാങ്ങില്ല, ഞങ്ങൾക്കിപ്പോൾ അമേരിക്കയുടെ പിന്തുണയുണ്ട്, റഷ്യയുടെ ഇന്നർ ഭാഗങ്ങളിൽ കയറി ഞങ്ങൾ ആക്രമിക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ അമ്പരപ്പിച്ചുകൊണ്ട് ഇറാന് 8 ആണവ റിയാക്ടറുകൾ നൽകാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. താങ്ക് യു ജെയിംസ് സാർ, താങ്ക് യു. അപ്പോൾ ലോകം അങ്ങനെ സംഘർഷഭരിതമായി മുന്നോട്ടേക്ക് പോകുന്നതിന്റെ വിവരങ്ങൾ പറയുകയായിരുന്നു ജെയിംസ് സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.